നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈസ്റ്ററിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. ഈസ്റ്റർ ആയിട്ട് വീട്ടിൽ ചുമ്മാതിരിക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മീനുണ്ടെങ്കിൽ പിടിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നേരത്തെ വാങ്ങി വെച്ച ചൂണ്ടയുണ്ടായിരുന്നു. പിന്നെ വഴി കണ്ട ഒരു കമ്പ് പിടിച്ച് നേരെ പോയത് ആദ്യം നമ്മുടെ വീടിനടുത്തുള്ള പള്ളിയുടെ അടുത്തോട്ടാണ്. ഞാനിവിടെ നേരത്തെ വന്നപ്പോഴെല്ലാം ഇവിടെ ഭയങ്കര കാടായിരുന്നു. ഇതുവഴിയൊന്നും നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പം കാടൊക്കെ തെളിച്ചത് കൊണ്ട് നല്ല ക്ലീനായി. പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് വ്യൂ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ കാണാൻ നല്ല രസമില്ലേ? ഞങ്ങൾ ഒരുമിച്ച് ചൂണ്ടയിടാൻ പോകുന്നത് ഇത് ആദ്യമാണ്. ചൂണ്ടയില്ലാതെ വലയിട്ടും വെള്ളം പറ്റിച്ചുമൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്ന് ചെന്നപ്പോഴത്തേന് ഏട്ടൻ ചൂണ്ടയിട്ട് തുടങ്ങിയായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ കോരി പറ്റിച്ച് മീൻ പിടിക്കുന്ന പോലെ ചെന്ന ഉടനെ കവർ നിറയെ മീനും പിടിച്ചോണ്ട് ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞ് വരാൻ ലാഘവത്തോടെയാണ് ചൂണ്ടയിടാന്ന് പറഞ്ഞപ്പം ഞാൻ ഓടിച്ചാടി ഏട്ടൻ്റെ കൂടെ പോയത്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടൊരു പണിയാണ് ഈ ചൂണ്ടയിടയിൽ. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് കുറേ നേരമായി. എന്നാന്നറിയത്തില്ല, ഒരു മീൻ പോലും ചൂണ്ടയിൽ കൊത്തുന്നില്ല. അവസാനം വേണ്ടേ കുളത്തിൻ്റെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഒരാൾ ഇരുന്നും കിടന്നും നിന്നും എല്ലാം നോക്കും ഒരു മീനെങ്കിലും പിടിച്ചോണ്ട് പോകാൻ. ഞങ്ങൾ മടുത്ത് പരിപാടി നിർത്തി. അവിടുന്ന് നേരെ പോയത് മഴയ്ക്ക് മുന്നേ മീൻ പിടിച്ച സ്ഥലത്തേക്കാണ്. വേനൽ മഴയ്ക്ക് മുന്നേ തോട്ടിലെ വെള്ളമെല്ലാം പറ്റിയപ്പോൾ ഞങ്ങൾ പിടിച്ച മീനായത്. ഇതിനെ എല്ലാം നല്ല കുളിപ്പിച്ച് ഞങ്ങൾ വൃത്തിയാക്കി എടുത്ത്, എന്നിട്ട് കുറച്ചെണ്ണത്തിനെ എടുത്ത് ഞങ്ങൾ കറിയും വെച്ചു. ബാക്കി ദേ വളർത്താനും എടുത്തു. അന്ന് മീൻ കിട്ടിയോണ്ടൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടെ മീൻ കാണുമെന്ന്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പം മഴ പെയ്ത് മീനെല്ലാം കണ്ടത്തിലോട്ട് പോയി. മീൻ കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാതിരിക്കുന്ന എങ്ങനെ? അതാ വീഡിയോ ആക്കിയത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.